അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ധാരാളം ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് കേരള ബാങ്ക് OAയുടെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ കേരള ബാങ്ക് OAയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്ര പേരുടെ ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിച്ചത്? 1516 പേരുടെ ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ അതിൽ 730 പേര് സാമുദായിക സംവരണ വിഭാഗത്തിൽ എത്ര പേരാണ്? 757 പേരും. മെയിൻ ലിസ്റ്റിൽ 730 പേരും. മുഖ്യ പട്ടികയിൽ എത്ര പേരാണ്? 730 പേരും ഉൾപ്പെടെയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഭിന്നശേഷി പട്ടികയിൽ 29 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുപരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റാങ്ക് പട്ടിക ആയതിനാൽ മാർക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയുടെ റാങ്ക് പട്ടികയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നത്. നിലവിൽ 145 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്കുള്ള നിയമന ശുപാർശ ഈ മാസം അവസാനം തന്നെ തയ്യാറാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിയമന ശുപാർശ ഈ മാസം അവസാനം തയ്യാറാക്കുകയും നിയമന ശുപാർശ ഈ കാറ്റഗറിയിൽ 145 ഒഴിവുകൾക്ക് പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള ഒഴിവുകളിലേക്കെല്ലാം തന്നെ നിയമന ശുപാർശ ഉടൻ തന്നെ അയക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജനറൽ കാറ്റഗറിയുടെ സാധ്യതാ പട്ടികയിൽ 1540 പേരെ PSC ഉൾപ്പെടുത്തിയിരുന്നു. 2 പേരുടെ ഫലം കോടതി നിർദ്ദേശപ്രകാരം തടയുകയും ചെയ്തിട്ടുണ്ട്. രേഖാപരിശോധന കഴിഞ്ഞപ്പോൾ 22 പേർ പുറത്തായി. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 26-നാണ് നടത്തിയ OMR പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. പരീക്ഷ എഴുതിയവർക്ക് ഇപ്പോൾ മാർക്ക് പുനഃപരിശോധനയ്ക്കൊക്കെ തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഉത്തരക്കടലാസിന്റെ പകർപ്പിനും അപേക്ഷിക്കാൻ അവസരമുണ്ട്. ഈ പ്രൊഫൈലിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മാർക്ക് പുനഃപരിശോധനയ്ക്ക് 85 രൂപയും ഉത്തരക്കടലാസ് പകർപ്പിന് 335 രൂപയുമാണ് ഫീസ്. ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 17-നാണ്. റാങ്ക് പട്ടികയിൽ നിന്നുള്ള ഒഴിവാകുന്നതിനുള്ള അപേക്ഷയും ഒക്ടോബർ 17-നകം നൽകേണ്ടതായിട്ടുണ്ട്. ബന്ധപ്പെട്ട രേഖകൾ സഹിതം നേരിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ റാങ്ക് പട്ടികയുടെ അവസാന ഭാഗത്തായിട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആരൊക്കെയാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ മുഖ്യ പട്ടികയിലും ഉപപട്ടികയിലും ഭിന്നശേഷിക്കാരുടെ പട്ടികയിലൊക്കെ തന്നെ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് PSCയുടെ സൈറ്റിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച മാർക്കുകളെ സംബന്ധിച്ച് എന്തെങ്കിലും പിശകുകളൊക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട അവസരത്തിൽ നിങ്ങൾക്ക് ഉത്തരക്കടലാസ് പകർപ്പിനും അതുപോലെ തന്നെ മാർക്ക് അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള അപേക്ഷകളൊക്കെ തന്നെ സമർപ്പിക്കാനുള്ള സമയമാണ്. ഇതിനു വേണ്ടിയിട്ട് ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഒക്ടോബർ 17-ാം തീയതി വരെയാണ് അതിനുള്ള സമയമുള്ളത്. അപ്പോൾ എല്ലാവരും റാങ്ക് പട്ടിക ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ റാങ്ക് പട്ടിക പരിശോധിച്ച് നിങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തെറ്റായ പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പരാതിയൊക്കെ സമർപ്പിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരക്കടലാസൊക്കെ എടുപ്പിക്കാനും ഒക്കെ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.